ഓം ചതുഷ്ഷ്ട്യുപചാരാഢ്യ നമഃ. ചതുഷ്ഷ്ട്യ എന്ന് വെച്ചാൽ 64. ഈ 64 എന്നുള്ള നമ്പറും എന്നുള്ള അക്കവും ശ്രീചക്രവുമായി അഭേദ്യമായ ബന്ധപ്പെട്ടിരിക്കുന്നു. 64 കലകൾ, 64 താന്ത്രിക ഉപചാരങ്ങൾ. അങ്ങനെ ഭഗവാനായ പരശുരാമനാൽ കൽപ്പസൂത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്ന പാദ്യം മുതൽ 64 ഉപചാരങ്ങളെ കൊണ്ട് ധന്യയായുള്ളവൾ ചതുഷ്ഷ്ട്യുപചാരാഢ്യ. ഓം ചതുഷ്ഷ്ടികലാമയീ നമഃ. ശാർഗധരീയാദികളിൽ പ്രസ്താവിച്ചിരിക്കുന്ന 64 കലാവിദ്യാമയിയായി തൽസ്വരൂപിണിയായുള്ളവൾ. ഓം മഹാചതുഷ്ഷ്ടി കോടിയോഗിനീ ഗണസേവിതായേ നമഃ. ബ്രഹ്മ്യാദികളായ 8 പേർക്കും ഓരോരുത്തർക്കും അംശഭൂതങ്ങളായി അക്ഷോഭ്യാദി 8 ശക്തികൾ വീതം നോക്കുമ്പോൾ 64 യോഗിനികളുണ്ട്. അവർക്ക് ഓരോ യോഗിനികൾക്കും പ്രത്യേകം അംശഭൂതകങ്ങളായി 1 കോടി ഗണങ്ങൾ വീതം വേറെയുമുണ്ട്. അങ്ങനെ ആ മഹാഗണങ്ങളാൽ സേവിക്കപ്പെട്ടവൾ ലളിതാചക്രനവകേ പ്രത്യേകം ശക്തയ പ്രിയേ ചതുഷ്ഷ്ടമിതാ കോട്യ എന്ന് തന്ത്രരാജ്യത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് തന്നെയാകുന്നു വാസ്തവത്തിൽ ഇവിടെയും സ്വീകരിച്ചിരിക്കുന്നത്. ഓം മനുവിദ്യാ നമഃ. ദേവിയുടെ ഉപാസകർ പ്രധാനമായും 12 പേരാണ്. മനു, ചന്ദ്രൻ, കുബേരൻ, ലോപമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ക്രോധഭട്ടാരകൻ. ഇങ്ങനെ 12 പേരാണ് ഉപാസകർ. അതുകൊണ്ട് തന്നെ ശ്രീവിദ്യ പലതരത്തിൽ 12 വിധത്തിൽ ശ്രീവിദ്യയുണ്ട്. ഹാഡിവിദ്യ, കടിവിദ്യ, മനുവിദ്യ എന്നിങ്ങനെ. അവയുടെ ഉദ്ധാരം ജ്ഞാനാർവണ തന്ത്രത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിൽ മനുവിനാൽ ഉപാസിക്കപ്പെട്ട വിദ്യാരൂപിണി മനുവിദ്യ. ഓം ചന്ദ്രവിദ്യാ നമഃ. ചന്ദ്രനാൽ ഉപാസിക്കപ്പെട്ട വിദ്യാരൂപിണി.